നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിലെ 2 ടൈപ്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത്. അതിൽ നമ്പർ 1 ഫങ്ഷണൽ സ്ട്രക്ചർ, ദെൻ സെക്കൻഡ് 1 ഡിവിഷണൽ സ്ട്രക്ചർ, അതുമല്ലെങ്കിൽ പ്രോഡക്റ്റ് സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് അതിന്റെ മീനിങ് എന്താണ്, അതിന്റെ എന്താണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എങ്ങനെയാണ്, അതിന്റെ മെരിറ്റ്സ് എന്താണ്, അതിന്റെ ഡിമെരിറ്റ്സ് എന്താണെന്നൊക്കെ ആ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാവും അല്ലെ. എന്താണ് ഫങ്ഷണൽ സ്ട്രക്ചറും എന്താണ് ഡിവിഷൻ സ്ട്രക്ചറിനും നമ്മൾ തിയറിറ്റിക്കലായിട്ട് പറയുമ്പോൾ തന്നെ ചില കൺഫ്യൂഷൻസ് റൈസ് ചെയ്യാൻ ചാൻസസ് വളരെ കൂടുതലാണ്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ദാറ്റ് ഈസ് ഫങ്ഷണൽ സ്ട്രക്ചറും അതുപോലെ തന്നെ ഡിവിഷണൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫങ്ഷണൽ സ്ട്രക്ചർ ആൻഡ് ഡിവിഷണൽ സ്ട്രക്ചർ. നമുക്ക് പറയുമ്പോൾ ഒരു ബേസിക് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒട്ടനവധി പോയിന്റുകൾ റൈസ് ചെയ്തെടുക്കാമെങ്കിലും ഒരു ക്ലാരിറ്റി വരാൻ വേണ്ടി കുറച്ച് ഡീറ്റെയിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ബന്ധപ്പെട്ട് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാണ് ഞാൻ ഇന്നിപ്പോ പറയാൻ പോകുന്നത്. നമുക്ക് ഓരോന്നോരോ നോക്കാം. ദാറ്റ് ഈസ് ഒരു പല രീതിയിൽ ഡിവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാനിവിടെ കുറച്ച് പോയിന്റുകൾ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇത് തമ്മിലെ ഡിഫറൻസിൽ നമ്പർ 1 നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ഫങ്ഷണൽ സ്ട്രക്ചർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഫോക്കസ് ചെയ്യുന്നത് ഫങ്ഷൻസ് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഏതൊക്കെ ഫങ്ഷൻസ് ആണ്, പ്രൊഡക്റ്റ്, ദെൻ ഫിനാൻസ്, ദെൻ സെയിൽസ്, മാർക്കറ്റിംഗ്, ദെൻ റിസർച്ച്, ഇതുപോലത്തെ ഫംഗ്ഷനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് സ്ട്രക്ചർ പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ നേരെ മറിച്ച് ഡിവിഷണൽ സ്ട്രക്ചർ മെയിൻ ആയിട്ട് ഫോക്കസ് കൊടുക്കുന്നത് എന്താണ്, പ്രോഡക്റ്റ് അല്ലെങ്കിൽ ടെറിട്ടറിയാണ്. ദാറ്റ് ഈസ് പ്രോഡക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്താണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഗ്രാഫിക്കലി ഏത് രീതിയിലാണ് ഒരു ഹൈറാർക്കി നമ്മൾ അതോറിറ്റി റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇവ തമ്മിലുള്ള വ്യത്യാസം മെയിൻ ഇത് ഫോക്കസ് കൊടുക്കുന്നത് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് കൊടുക്കുന്നത് പ്രോഡക്റ്റിനാണ് ഫോക്കസ് കൊടുക്കുന്നത്. ദെൻ സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഒക്കുപേഷണൽ സ്പെഷ്യലൈസേഷൻ ആണ് വെരി ഇമ്പോർട്ടന്റ്. ദാറ്റ് ഈസ് അവിടെ നമ്മൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒക്കുപേഷണൽ സ്പെഷ്യലൈസേഷൻ ആണ്. ദാറ്റ് ഈസ് ജോബുമായി ബന്ധപ്പെട്ട സ്പെഷ്യലൈസേഷൻ ആണ് അവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് പ്രോഡക്റ്റ് സ്പെഷ്യലൈസേഷൻ ആണ്. അതായത് ഒരു പ്രോഡക്റ്റിനെ തന്നെ ഡിഫറെന്റ് രീതിയിൽ എന്ത് ചെയ്യുന്നത്, അറേഞ്ച് ചെയ്യാനും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ലെവലിലോട്ട് എത്തിപ്പെടുന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഈ ഡിവിഷണൽ സ്ട്രക്ചറിൽ കൂടുതലായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ ഡിഫറൻസ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ലെസ് ഓട്ടോണമി ഇൻ ഓപ്പറേഷൻസ്. ഇവിടെയാണെങ്കിലോ മോർ ഓട്ടോണമി ഇൻ ഓപ്പറേഷൻസ്. ദാറ്റ് ഈസ് ഓട്ടോണമി മീൻസ് എന്താണ്, തീരുമാനങ്ങൾ എടുക്കുന്ന ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇവിടെ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ടോപ്പിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അതോറിറ്റി, നമുക്ക് ടോപ്പിൽ നിന്നൊരു ഇൻസ്ട്രക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇവിടുത്തെ തീരുമാനങ്ങൾ നമ്മൾ എടുക്കാറുള്ളൂ. ദാറ്റ് ഈസ് ഓട്ടോണമി അവിടെ വളരെ കുറവാണ്. ദേ ആർ വെയിറ്റിംഗ് ഫോർ ദ ടോപ്പ് മാനേജ്മെന്റ് ഫോർ ഗെറ്റിംഗ് ദ ഓർഡർ ഫ്രം ദ ടോപ്പ്. ടോപ്പിൽ നിന്ന് ഓർഡർ കിട്ടാൻ വേണ്ടി അവരെന്ത് വെയിറ്റ് ചെയ്യുന്നു. ഇവിടെയാണെങ്കിൽ അങ്ങനെയല്ല, ഒരു ഓർഡറും എവിടെ നിന്നും കിട്ടുന്ന മുൻകൂട്ടി അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഏത് രീതിയിൽ വർക്ക് ചെയ്യണമെന്ന് തീരുമാനം എടുക്കുന്നത് ഓരോ ഡിവിഷൻ തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് പെട്ടെന്നുള്ള കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ പറ്റുകയും അതുപോലെ തന്നെ എന്തൊക്കെ പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കണം എന്നുള്ളൊരു മെയിൻ ഫോക്കസ് കൊടുത്ത് ഡിസിഷൻ മേക്കിംഗ് എടുക്കാനും ആ ഒരു പർട്ടിക്കുലർ ഡിവിഷന് തന്നെയായിരിക്കും. ഇതാണ് മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. നാലാമത്തെ ഡിഫറൻസ് നമുക്കിവിടെ പറയാൻ പറ്റും ഇറ്റ് ഈസ് എക്കണോമിക്കൽ, ദെൻ ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ആണ്. ഇത് എക്കണോമിക്കലാണ്. ദാറ്റ് ഈസ് ഒരു ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എപ്പോഴും എന്താണ്, ചില ഡിപ്പാർട്ട്മെന്റുകൾ നമുക്ക് ആവശ്യമുണ്ട്. അത് വെരി ലെസ് എക്സ്പെൻസീവ് ആണ്. അത് നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതല്ല. ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. എന്താണ്, ഇത് ലാർജ് ഓർഗനൈസേഷനെ ബന്ധപ്പെട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ലാർജ് ഓർഗനൈസേഷൻ ആകുമ്പോൾ എന്താണ്, സെയിം വർക്കുകൾ നമ്മൾ അഗെയിൻ സബ് ഡിവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ സബ് ഡിവൈഡ് ചെയ്യുമ്പോൾ വെരി എക്സ്പെൻസീവ് ആണ്. നമുക്ക് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ ഒക്കെ കുറിച്ച് തിങ്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും വെരി എക്സ്പെൻസീവ് പ്രോസസ് ആണ് ഇത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എൻ എക്കണോമിക്കൽ പ്രോസസ് ആണ്. പിന്നെ അഞ്ചാമത്തെ ഡിഫറൻസ് ഞാൻ ഇവിടെ പറയുന്നത് എന്താണ്, സിമ്പിൾ സ്ട്രക്ചർ ആണ്. വെരി സിമ്പിൾ ആണ് അല്ലെ. എന്താണ്, ഒരു ടോപ്പ് മാനേജ്മെന്റിന്റെ കീഴിൽ കുറച്ച് ഡിപ്പാർട്ട്മെന്റുകൾ വരുന്നു, ഇത് മാത്രമാണ് ഉള്ളത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ ആണ്. ദാറ്റ് ഈസ് ഒരു ടോപ്പ് മാനേജ്മെന്റിന്റെ കീഴിൽ കുറച്ച് ഡിപ്പാർട്ട്മെന്റുകൾ എഗെയിൻ അതിനെ സബ് ഡിവൈഡ് ചെയ്യുന്നു. വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ സബ് ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ ആണ് നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഫങ്ഷണൽ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എന്താണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമ്മുടെ മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. ഇവിടെ കുറച്ചുകൂടി അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ ആണ് നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ടത് വരിക. പിന്നെ ആറാമത്തെ പോയിന്റ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, കൺട്രോൾ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഈസ് സിമ്പിൾ എന്നാണ് പറയുന്നത്. ഇവിടെയാണെങ്കിലോ കൺട്രോൾ ഓഫ് ഡിവിഷൻ ഈസ് ഡിഫിക്കൽട്ട്, വെരി ഡിഫിക്കൽട്ട് എന്നാണ് പറയുന്നത്. നോക്കാം എന്താണ് കൺട്രോൾ ഓഫ് ഡിപ്പാർട്ട്മെന്റ് വെരി സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ഓരോ ഫംഗ്ഷനും അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടിയും അസൈൻ ചെയ്ത് കൊടുക്കുന്നത് അവർക്കറിയാം അവരുടെ ഡ്യൂട്ടി എന്താണ്. ദാറ്റ് ഈസ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പ്യൂർലി റിലേറ്റഡ്
റിലേറ്റിംഗ് ടു ഫിനാൻസ് ആണ്. ദെൻ പ്രൊഡക്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പ്യൂർലി റിലേറ്റിംഗ് ടു പ്രൊഡക്റ്റ് ഓർ ഓപ്പറേഷൻസ് ആണ്. ദെൻ ഇതുപോലെ അവർക്ക് ഓരോരുത്തരും ഒരു ഡ്യൂട്ടി ഉണ്ട്. ഇവിടെ എങ്ങനെയല്ല വരുന്നത്, എന്താണ് ഓരോ ഡിവിഷനിൽ തന്നെ ഓരോ ഡിവിഷനിൽ തന്നെ സെയിം ആക്ടിവിറ്റികളാണ് വരുന്നത്. ദാറ്റ് ഈസ് ഒരു ഡിവിഷൻ 1 അതേ സെയിം ആക്ടിവിറ്റി ആയിരിക്കും ഡിവിഷൻ 2 ഉള്ളത്, ഇതേ സെയിം ആക്ടിവിറ്റി ആണ് ഡിവിഷൻ 3 ഉള്ളത്. ഇവിടെ എന്ന് പറഞ്ഞാൽ കൺട്രോളിംഗ് പാർട്ട് വെരി ഡിഫിക്കൽട്ട് ആണ്. ദാറ്റ് ഈസ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ പല ഡിവിഷനായിട്ട് തിരിച്ചിരിക്കുന്നുണ്ട്. അവിടെ കൺട്രോളിംഗ് കപ്പാസിറ്റി വളരെ കുറവാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സിമ്പിൾ ആയിട്ട് ഒരു ഡിഫിക്കൽറ്റിയും കൂടാതെ മുന്നോട്ട് നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാനും അവരെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും വെരി ഈസിയാണ്. ഇത് ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ആണ്. ഏതിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഫംഗ്ഷണൽ ഓർഗനൈസേഷൻ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടാണ് വരുന്നത്. ഇവിടെ ലാസ്റ്റ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെന്റ് ഈസ് ഡിഫിക്കൽട്ട് എന്നാണ് പറയുന്നത്. ഇവിടെയാണെങ്കിലോ കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിവിഷൻ ഈസ് സിമ്പിൾ എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെന്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് എന്ന് പറയാൻ കാരണം ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് നടക്കുന്ന ആക്ടിവിറ്റികൾ ആയിരിക്കില്ല എന്താണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് നടക്കുന്നത്. അപ്പൊ ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നത്, ഇവരുടെ തമ്മിൽ ഒരു വർക്കിന്റെ നേച്ചർ അനുസരിച്ച് എന്ത് ചെയ്യണം, ഒരു നോട്ട് എക്സ്പീരിയൻസ്ഡ് അബൌട്ട് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലുള്ള മാനേജർക്ക് ചിലപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ ആക്ടിവിറ്റികളുമായിട്ട് ഒരു എക്സ്പീരിയൻസും കാണില്ല, ഒരു ഐഡിയയും കാണില്ല. ഇവർ തമ്മിൽ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ എന്താണ് തർക്കങ്ങൾ വരാൻ ചാൻസസ് വളരെ കൂടുതലാണ്. ദാറ്റ് ഈസ് അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവില്ല, ഇവരുടെ ഡ്യൂട്ടി എന്താണെന്ന് അവർക്കും അറിയാത്ത ലെവലിലാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിവിഷൻ ഈസ് സിമ്പിൾ ആണ്. അതായത് ഡിവിഷനുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ കോർഡിനേഷൻ വെരി സിമ്പിൾ ആണ്. ദാറ്റ് ഈസ് ഇവിടെ നടക്കുന്ന അതേ സെയിം ആക്ടിവിറ്റി തന്നെയാണ് തൊട്ടടുത്ത ഡിവിഷനിൽ നടക്കുന്നത്. ഇതേ തൊട്ടടുത്ത ആക്ടിവിറ്റിയാണ് തൊട്ടടുത്ത ഡിവിഷനിൽ നടക്കുന്നത്. അപ്പൊ ഈ ഒരു ഡിവിഷനിൽ എന്താണ് നടക്കുന്നത്, ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് ഐഡിയ ഉണ്ടാവും എന്താണ് ഇവിടുത്തെ എന്താണ് പോരായ്മ അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു ബേസിക് ഐഡിയ അവർക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ഇവിടെ വെരി സിമ്പിൾ ആണ്. എന്താണ് കോർഡിനേഷൻ ഡിവിഷൻ കോർഡിനേഷൻ വെരി സിമ്പിൾ ആണ്. പക്ഷേ കോർഡിനേഷൻ എന്താണ് ഡിപ്പാർട്ട്മെന്റ് വെരി ഡിഫിക്കൽട്ട് എന്ന് പറയാൻ കാരണം ഇങ്ങനെ മൊത്തത്തിൽ നമുക്കൊരു 7 ഡിഫറൻസ് ആണ് ഞാൻ ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. വെരി സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. സോ ഈ ഒരു ഫംഗ്ഷണൽ സ്ട്രക്ചറും അതുപോലെ തന്നെ ഡിവിഷണൽ സ്ട്രക്ചറിനെ കുറിച്ച് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ ഈ ഒരു ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഫംഗ്ഷണൽ സ്ട്രക്ചർ എന്ന് ഒരു ചെറിയൊരു പോയിന്റ് കോട്ട് ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുക, എന്താണ് ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് കോട്ട് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ഡിഫറൻസ് കൂടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.